പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാണ്ട് തികയുന്ന വേളയിലാണ് നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത്. നമ്മളതിന് മറുപടിയും കൊടുത്തു. അതായത് ഭീകരന്മാരോട് സംസാരിക്കേണ്ടത് മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ടല്ല, മറിച്ച് ഏതു ഭാഷയിലാണ് എന്നുള്ളത് ഇന്ത്യ പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുത്തു. കേവലം 22 മിനിറ്റ് നീണ്ടു നിന്ന ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മളുടെ സ്ത്രീകളുടെ അഭിമാനമായ സിന്ധൂരം മായ്ച്ചു കളഞ്ഞതിനുള്ള മറുപടി അതിന് പകരം ഇന്ത്യ ചോദിച്ചു വെട്ടി. അതിനുശേഷം കാര്യമായിട്ടുള്ളൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല. ഭീകരാക്രമണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ, ഭ്രൂണാവസ്ഥയിൽ തന്നെ അവയെല്ലാം തച്ചു തകർക്കുന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ കോർഡിനേഷൻ ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഭീകരവാദത്തിൻ്റെ പഴുതുകളടയ്ക്കാൻ ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വിജയകരമായിട്ട് സാധിച്ചിട്ടില്ലേ? ഓപ്പറേഷൻ സിന്ധൂറിന് കാരണമായിട്ടുള്ള പഹൽഗാമിലെ 26 നിരപരാധികളായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള കൊന്നൊടുക്കുക, അത് ആണുങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കിയ ഭീകരവാദം ലോകം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു. അതിന് ഇന്ന് ഒരാണ്ട് തികയാണ്. അപ്പോൾ അതിന് രാജ്യം അതിന് മറുപടി കൊടുത്തത് ഭീകരവാദികളുടെ ഉറവിടത്തിൽ ചെന്ന് ആക്രമിച്ചുകൊണ്ടാണ്. അത് പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല നമ്മൾ ചെയ്തത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരുക്കിയ താവളങ്ങൾ, പാകിസ്ഥാനിൻ്റെ സൗകര്യത്തിൽ പിന്തുണയിൽ ഒരുക്കിയ അവരുടെ ഭീകരവാദ താവളങ്ങളെ നമ്മൾ തകർക്കാൻ നമുക്ക് ഓപ്പറേഷൻ സിന്ധൂറിൽ കഴിഞ്ഞു. അത് നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം നൽകിയൊരു സന്ദേശമായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ തീവ്രവാദ പ്രസ്ഥാനങ്ങളോടും അവരുടെ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അവരെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഭീകര ആക്രമണം എന്ന് പറഞ്ഞാൽ കാശ്മീർ മാത്രമല്ല, ഒന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും, അതിൽ നമ്മുടെ ഒരു റെഡ് കോറിഡോർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നേപ്പാളിന്റെ ബോർഡർ മുതൽ നക്സലിസത്തിന്റെ. അപ്പം നമ്മളിപ്പോൾ ഭീകരവാദികൾ കൊന്നതിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നത് നക്സൽ മേഖലയാണ്. അപ്പോൾ കാശ്മീർ പോലെ തന്നെ നക്സൽ മേഖല. അപ്പം നമ്മൾ പലപ്പോഴും കേരളത്തിൽ ഈ വിഷയങ്ങൾ ഏതാണ്ട് ചർച്ച ചെയ്യാറില്ല. അപ്പം ഇടതുപക്ഷ തീവ്രവാദികൾ. അപ്പം ഇന്ന് നമ്മൾ അത് വാസ്തവത്തിൽ വയനാട് മുതൽ അങ്ങ് ഛത്തീസ്ഗഡ് വരെ ഒരു മേഖലയാണ്. അതവർ അൺക്വസ്റ്റ്യനബിൾ ആയിട്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ അവർ നല്ലവണ്ണം വളർന്ന് വലുതായി. പ്രധാനമായിട്ട് വിവിധ സംസ്ഥാനങ്ങൾ, അതിൽ ഒരു ഭാഗത്ത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്ര, തെലങ്കാന, ഒറീസ, ബീഹാർ, അങ്ങ് പശ്ചിമ ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ കോറിഡോർ. ഇവരുടെ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളുള്ള ഒരു തീവ്രവാദ സമൂഹം റെഡ് കോറിഡോർ. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ ചൈനയുടെയും മറ്റ് യൂറോപ്യൻ ശക്തികളുടെയൊക്കെ പിന്തുണയിൽ ഒരുപാട് തീവ്രവാദ വിഭാഗങ്ങൾ, ഉൾഫ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നു. അതുപോലെ നാഗ മേഖലയിലും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഒരു ഭാഗത്ത്. അതിന് സമാന്തരമായിട്ടാണ് നമ്മുടെ കാശ്മീരിലെ തീവ്രവാദം. അപ്പം അതിന് പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 370 കാശ്മീരിന് ഒരു പ്രത്യേക പദവി കൊടുക്കുകയും ഭാരതത്തിൽ ഒരു സ്റ്റേറ്റുള്ള പോലെ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കുകയും പലപ്പോഴും നമ്മൾ അവിടുത്തെ കാശ്മീരിലെ പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയിൽ ജനങ്ങൾ ഇരയാകുകയും പണ്ഡിറ്റുകൾ ഉൾപ്പെടെ നിരപരാധികൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. ഇന്ത്യ രാജ്യം ഒന്നും ചെയ്യാതിരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യസ്തമായിട്ട് ഇന്ത്യ രാജ്യം നരേന്ദ്രമോദിയുടെ കീഴിൽ 3 തലത്തിൽ, അത് നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികൾക്കെതിരായിട്ടും റെഡ് കോറിഡോറിനെതിരായിട്ടും അതുപോലെയുള്ള ഇവിടെ ഈ പാകിസ്ഥാൻ ബേസ്ഡ് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും ഒരുപോലെ ശക്തമായ നിലപാടെടുത്തു. ഇതിൽ ഏതാണ്ട് ആദ്യമായിട്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. അന്ന് അവരുടെ താവളങ്ങളിൽ ചെന്നിട്ട്, അതായത് മ്യാൻമാറിൽ പോയി ആക്രമിക്കേണ്ട, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാത്ത വിഷയമാണ്. അപ്പോൾ അത് മ്യാൻമാറിൽ പോയി ആദ്യം, അതിനുശേഷമാണ് പിന്നീട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് പ്രതിഷേധിച്ചൊന്നും ഇല്ല. അത് നമ്മൾ അവിടുത്തെ ഇതാണ് അവിടെ ഈ നാഗ ഈ തരത്തിലുള്ള തീവ്രവാദ ക്യാമ്പിൽ ആക്രമിക്കുക ചെയ്തത്. അതാണ് ആദ്യത്തെ നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡ് കോറിഡോറിനെതിരെ, അതായത് ഉന്മൂലനം ചെയ്യും. ഇന്നിപ്പോൾ ഗവൺമെന്റ് നക്സൽ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് 10,000-കണക്കിന് നക്സലേറ്റുകളെ കീഴടക്കി ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ആദിവാസി മേഖലകളിൽ വികസനം കടന്നെത്താത്ത തലത്തിലേക്ക് ഇത്തവണ പോവുകയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു പല നക്സൽ മേഖലയിലും ഉയർന്ന വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തും. അല്ല, മാത്രമല്ല നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അമിത് ഷാ 2 വർഷം മുമ്പേ പറഞ്ഞു 2026 ഇന്ത്യയിലെ ഈ നക്സലിസം അവസാനിപ്പിക്കും.
വാക്ക് പാലിച്ചു. 2026 പൂർണ്ണമാവുന്നതിന് മുമ്പേ അദ്ദേഹം അത് നടപ്പാക്കി എന്നുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രാപ്തിയുടെ ഒരു തെളിവാണ്. പക്ഷെ അത് ആ തരത്തിലുള്ളൊരു ഉറപ്പ് നമുക്ക് ഈ കാശ്മീരിൽ വരുമ്പോൾ വരാത്തതിന്റെ കാരണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളാണ്. അതിൽ പാകിസ്ഥാൻ മാത്രമല്ല, അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ സമ്പത്തും ആശയപരമായ പിന്തുണയും അതോടൊപ്പം തന്നെ അവരെ മാൻ പവറും അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ത്യക്കാരെ വെച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അപ്പം നുഴഞ്ഞുകയറ്റം നടത്തില്ല, ക്രോസ് ബോർഡർ ടെററിസം എന്ന് നമ്മൾ പറയുന്ന ആ തരത്തിലുള്ള ഭീകരവാദമാണ്. അതിനെയും നമ്മൾ ഒരു പരിധിവരെ എഫക്റ്റീവായിട്ട് നമ്മൾ 90% നമ്മൾ തടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് രാജ്യം നമ്മൾ പണ്ട് ബോംബെയിലുണ്ടായതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരിലെ 1-2 സംഭവങ്ങൾ മാറി നിർത്തി കഴിഞ്ഞാൽ ഡൽഹിയിൽ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. അത് സ്ഫോടനം നടത്താൻ വേണ്ടി പോകുന്ന വഴിയിലാണ് അവർ പൊട്ടിത്തെറിക്കുന്നത് ഡൽഹിയിൽ. അപ്പോൾ ആ തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം ഇന്ന് ഒരു പരിധിവരെ ഭീകരവാദികളിൽ നിന്ന് സുരക്ഷിതമാണ്. പക്ഷെ നിതാന്ത ജാഗ്രത നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ ഈ മേഖലയിൽ പുലർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഈ തീവ്രവാദത്തിനെതിരെ വാർ ഓൺ ടെറർ എന്നുള്ള ഒരു ആശയത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോജിസ്റ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ആഗോള തീവ്രവാദത്തിനെതിരായിട്ട്. അപ്പം നമ്മൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ്റെ യുദ്ധം അവർ നിരന്തരം ഈ നുഴഞ്ഞുകയറ്റക്കാരിലൂടെയും ഭീകരവാദികളിലൂടെയുമാണ് നടത്തുന്നത്. അത് അവർ ഇന്ത്യക്ക് മാത്രമല്ല പാകിസ്ഥാനിലെ ജനജീവിതത്തെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇതേ വിഷയം തന്നെയാണ്. അപ്പം ലോകത്ത് തീവ്രവാദികളുടെ നേഴ്സറി, അതായത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നേഴ്സറി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അവിടെ തന്നെയാണ് സമാധാന ചർച്ചയുടെ അമേരിക്ക വാർ ഓൺ ടെറർ പ്രഖ്യാപിച്ചത് ഈ നമ്മൾ പറയുന്ന ബില്ലാഡനെതിരായിട്ട്. ബില്ലാഡൻ താവളമായിരുന്നത് പാകിസ്ഥാൻ. പക്ഷെ എന്നിട്ടും അമേരിക്ക പാകിസ്ഥാനെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ താവളം ഒരുക്കുന്നത് തടയപ്പെടണം. അപ്പം നമ്മൾ ബോംബെയിലുണ്ടായ നമുക്ക് വളരെ ക്രൂരമായ ഒരു ഭീകരാക്രമണം, അത് കടലിലൂടെ വന്ന് ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് നമ്മളെ രാജ്യം ഒന്നും ചെയ്തില്ല, ഒരു തരത്തിൽ നമ്മൾ പ്രതികരിക്കാതെ പോയി. അപ്പോൾ ആ തരത്തിൽ അന്ന് അമേരിക്കയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതികരിക്കാതെ ഇതിനെല്ലാം സഹിച്ചു പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സ്വതന്ത്ര നിലപാട്. ഇപ്പം ട്രംപ് ഇന്ത്യക്കെതിരെ തിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. കാരണം ട്രംപ് പ്രതീക്ഷിച്ചില്ല നമ്മളെ എല്ലാ കാലത്തെയും പോലെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് പോകുമെന്ന് ഒരു തരത്തിലായിരുന്നു അമേരിക്കക്ക് ഒരു ഇടനിലക്കാരന്റെ റോള് വഹിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ അനുവദിച്ചില്ല. മാത്രമല്ല നമ്മൾ അമേരിക്കയുമായിട്ട് യാതൊരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. അപ്പം കാരണം ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് അമേരിക്ക എന്ത് വില കൊടുത്തും തടയും. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ആവശ്യമാണ്. അപ്പോൾ അത് വേറൊരു വിഷയമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാനും നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ച ഉണ്ട്. അതിന് നമ്മുടെ ഗവൺമെൻറ് ആദ്യം എടുത്ത നിലപാടെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി പൂർണ്ണ രൂപത്തിൽ. ഇന്ന് കേരളം പോലെ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ. അപ്പൊ ആ തരത്തിലത്തെ വിദ്യാർത്ഥികളെയൊക്കെ PhD-കാരെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ കീഴിൽ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് അവരുടെ ഒരു മനോഭാവം കൂടി അല്ല, അവര് വളരെ ദേശീയവാദിയായിട്ടുള്ള വളരെ സമാധാനകാംക്ഷികളായ സമൂഹമാണ് കാശ്മീരി മുസ്ലിങ്ങൾ. അവര് ഒരിക്കലും തീവ്രവാദ നിലപാടല്ല, സാംസ്കാരികമായിട്ടും അവർ വെന്റിലി ഡിഫറൻ്റ്. കാരണം എൻ്റെ കീഴിൽ 2 കാശ്മീരി വിദ്യാർത്ഥികൾ PhD എടുത്തിട്ടുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതെ, PhD എടുത്തിട്ടുണ്ട് 2 കുട്ടികൾ. അവർ അതിൽ ഈ ഒരു കുട്ടിയുടെ വിഷയം തന്നെ ഞാൻ എടുത്തത് ഇതായിരുന്നു, ഈ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു 5 വർഷത്തെ ഒരു ഡെവലപ്മെൻറ്റ് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാശ്മീർ വലിയൊരു തരത്തിൽ മാറിക്കഴിഞ്ഞു. ആ കുട്ടികൾ ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞതിന് അല്ല, അന്ന് ആ കാലഘട്ടത്തിൽ അവർക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നെങ്കിൽ പോലും, കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുള്ള കാശ്മീർ വലിയ പ്രതിഷേധം ഉണ്ടാവും. ഒരു ചെറിയ പ്രതിഷേധം പോലും ഇതിനെതിരെ കാശ്മീരിൽ ഉണ്ടായില്ല. പാകിസ്ഥാൻ തീവ്രവാദികളല്ലാതെ കാശ്മീരിലെ പൗരന്മാർ ഒരു തരത്തിലും പ്രതികരിച്ചില്ല. യഥാർത്ഥത്തിൽ കാശ്മീരിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള ഒരു ജനസമൂഹമായിരുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ മൈനോറിറ്റി വിഭാഗത്തിന് തീവ്രവാദികൾക്ക് ഇവരെ കൈയടക്കാൻ കഴിഞ്ഞത്. അപ്പം ഇന്ന് ഇന്ത്യ സർക്കാർ ശക്തമായ നിലപാടെടുത്തതോടെ
കാശ്മീരിൽ നുഴഞ്ഞുകയറ്റക്കാർ പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ നുഴഞ്ഞുകയറ്റക്കാരിലൂടെ മാത്രമേ അവിടെ സംഘർഷം ഇന്ന് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കാശ്മീരിലെ കുട്ടികളെ ഇന്ന് ലഭിക്കില്ല. അപ്പോൾ കാശ്മീർ ഇന്ന് വലിയ വികസന പാതയിലാണ്. ഇന്നിപ്പോൾ ടൂറിസത്തിൽ കാശ്മീർ കഴിഞ്ഞ 5 വർഷത്തെ ഡെവലപ്മെന്റ് വളരെ വലുതാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അടുത്ത മാസം 9 മുതൽ 5 ദിവസം സഞ്ചരിക്കാൻ പോവുകയാണ്, ടൂറിസ്റ്റായിട്ട് പോവുകയാണ്. നല്ല മനസമാധാനത്തോടെ തന്നെ പോകാൻ. കാരണം ആ തരത്തിൽ കാശ്മീരിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. സാമ്പത്തിക പുരോഗതി അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാലോ ഇവിടെ IT മേഖല, നമ്മുടെ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, യൂണിവേഴ്സിറ്റി, ഇതൊന്നും നിലവിൽ കാശ്മീരിലില്ല. മറ്റ് വ്യാപാരം, കാരണം ഇതൊന്നും കാശ്മീരിന് അന്യമായിരുന്നു. ഒരു തരത്തിലും ഭാരതം നേടിയ വികസനത്തിന്റെ പങ്കാളികളാകാൻ കാശ്മീരിലെ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ 2019 ശേഷമാണ് അതിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് അവിടെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം വലിയൊരു മാറ്റത്തിന്റെ നമ്മൾ തീവ്രവാദത്തെ നമ്മൾ കാണുന്നത് വികസനത്തിൻ്റെതായ മറുപടിയിൽ കൂടെ കൊടുത്തുകൊണ്ടാണ്. വെറും ഇന്ത്യ സർക്കാർ തീവ്രവാദികളെ അവരെ ഫിസിക്കലായിട്ട് ഒരു ഭാഗത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അവർ കൈയടക്കിയ പ്രദേശങ്ങളിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അത് ഛത്തീസ്ഗഡിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ഒക്കെ തന്നെ ആ തരത്തിൽ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വികസനം അന്യമാക്കിയാണ് തീവ്രവാദികൾ ആദ്യം ചെയ്യുന്നത്. അവിടുത്തെ ജനങ്ങളെ വികസന പാതയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് ഗവൺമെൻറ്റിനെതിരെ ശത്രുതാപരമായ നിലപാടെടുത്തിട്ട് ഈ ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു കൊണ്ടാണ് ഈ തീവ്രവാദികൾ, നമ്മുടെ അക്കാഡമിക തലത്തിൽ പോലും തീവ്രവാദികൾ നിലനിൽക്കുന്നത്, അവരുടെ ആശയം നിലനിൽക്കുന്നത് ഈ പറഞ്ഞ ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് അതുകൊണ്ട് വികസനത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് കാശ്മീർ വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ്. അതിന് തിരിച്ചു പോകില്ല. അതുകൊണ്ടാണ് ഈ ഭീകരവാദികൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തിയത് കാശ്മീരിലെ പർദ്ദയിട്ട സ്ത്രീകൾ തന്നെയാണ്. ആ കാഴ്ച നമ്മൾ കണ്ടല്ല. അത് നമ്മൾ കാശ്മീർ ഒന്നായി അതിനത് മാത്രമല്ല, അവിടെ ടൂറിസ്റ്റുകളാണ് ആക്രമിച്ചത്. അത് അവരുടെ ലക്ഷ്യം മനസ്സിലാക്കേണ്ടത്, അതായത് കാശ്മീരിന്റെ വരുമാനമില്ലാതെ അല്ലല്ല, ടൂറിസ്റ്റുകളുടെ പർദീസയായി കാശ്മീർ മാറുന്നു. അത് ഇവരെ സംബന്ധിച്ചുള്ള ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നോർമൽസി വരുന്നത് തീവ്രവാദികൾക്കോ പാകിസ്ഥാനോ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വരാതിരിക്കാനുള്ള ഒരു അടവ് നയം കൂടെ അതിൻ്റെ പുറകിൽ. അപ്പം അതാണ് നമ്മൾ തച്ചുടച്ചത്. ഇനി ഈ ഒരു പാകിസ്ഥാന് ഈ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാന് പഴയതുപോലെ, ഇപ്പം പാകിസ്ഥാനിലെ താവളങ്ങളുണ്ടാവാം, പക്ഷെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഇതുപോലെ നുഴഞ്ഞുകയറ്റത്തിലൂടെ നമ്മുടെ ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടത്തെ നമ്മൾ നശിപ്പിച്ചിരിക്കും എന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാർ വളരെ വ്യക്തമായ നയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നയം വിജയിച്ചിരിക്കുന്നു. അതെ. അപ്പം അത് ഈ 1ാം വാർഷികത്തിൽ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ജനങ്ങൾക്ക് ഭീകരവാദികളിൽ നിന്ന് വിമുക്തമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഹൽഗാമിലെ ഭീകരവാദം മാത്രമല്ല, കാശ്മീർ മാത്രമല്ല, നമ്മുടെ സെൻട്രൽ ഇന്ത്യയുടെ 4-5 പതിറ്റാണ്ട് കണ്ണീരായിരുന്ന റെഡ് ടെററിസവും അതുപോലെ നോർത്ത് ഈസ്റ്റിലെ ഉൾഫ ഉൾപ്പെടെയുള്ള ഭീകരവാദത്തിൽ നിന്ന് വിമുക്തമായ ഒരു ഭാരതമാണ് 2026 നിൽക്കുന്നത്. അത് ഈ പഹൽഗാമിൻ്റെ 1ാം വാർഷികത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം, 2 മേഖലയിൽ നമ്മൾ പൂർണ്ണമായും വിജയിച്ചിരുന്നു. മറ്റൊരു നമ്മൾ നിതാന്തമായ ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ ഏജൻസിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മൾ തീവ്രവാദത്തെ വിജയകരമായി നേരിട്ടു എന്ന് നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.